പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ അടുക്കള എന്ന പാഠമാണ്. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ? അപ്പോൾ അടുക്കളയോ? അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. വയൽക്കരെ ഇപ്പോഴില്ലാത്ത TP രാജീവൻ. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന താഴ്വരകളുള്ള നാടെന്നും ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന വീടെന്നുമാണ് കവിതയിൽ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് പറയുന്നത്. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്ക് നുറുക്കുക, മീൻ നന്നാക്കുക, ഇറച്ചി വെട്ടുക, അരിയോ ഗോതമ്പോ ആട്ടുക, മല്ലിയോ മുളകോ അരയ്ക്കുക, ഇഞ്ചിയോ പുതിനയോ ചതയ്ക്കുക, അടുപ്പത്ത് തിളയ്ക്കുന്നതിൻ്റെ പാകം നോക്കുക, കൈ കഴുകുക, നിലവും മേശപ്പുറവും തുടച്ച് വൃത്തിയാക്കുക, പാത്രം കഴുകുക എന്നീ പണികളാണ് അടുക്കളയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വരി. അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ആഹാരം തയ്യാറാക്കുന്നവരുടെ വയറാണ് വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്തായിരിക്കും? കഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ കഴിക്കാൻ കാണില്ല. കൂടെ കഴിക്കാൻ ആരും വിളിക്കാറില്ല. സമാധാനമായി കുറച്ച് ആഹാരം കഴിക്കാൻ സമയവും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ അമ്മയുടെ വയർ വിശന്നു നിലവിളിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. വയർ നിറയ്ക്കുന്നവർക്ക് വിശക്കുമ്പോൾ. പണ്ടൊക്കെ ഓരോ വീട്ടിലും 8ഉം 10ഉം മക്കൾ ഉണ്ടായിരിക്കും. മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടികളുമായി കൂട്ടുകുടുംബമായാണ് അന്ന് കഴിഞ്ഞിരുന്നത്. അതിഥികളും പാടത്തെയും പറമ്പിലെയും ജോലിക്കാരും ഉണ്ടാകും. ഇവർക്കെല്ലാം ആവശ്യമായ ആഹാരം പാകം ചെയ്യുന്നത് വീട്ടിലെ മുതിർന്ന സ്ത്രീകളായിരിക്കും. പാചകം ചെയ്യലും വൃത്തിയാക്കലും കഴിഞ്ഞ് കഴിക്കാനോ കുളിക്കാനോ പോലും ഇവർക്ക് സമയം ലഭിച്ചിരുന്നില്ല. സമൃദ്ധമായ പറമ്പും പാടങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും ആഹാരം കൊടുത്തു കഴിയുമ്പോഴേക്കും ആഹാരം തീർന്നിരിക്കും. പാചകം ചെയ്യുന്നവർക്ക് കഴിക്കാൻ കിട്ടാറില്ല. അവർ കഴിച്ചോ എന്നാരും ശ്രദ്ധിക്കാറും ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രവർത്തനം നോക്കാം. അടുക്കളയ്ക്കുള്ളിൽ. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കൃതിയിൽ നിന്ന്. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠ എന്ന കൃതിയിൽ നിന്ന്. ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അടുക്കളയിൽ കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഈ കവിതകളിൽ പറഞ്ഞിരിക്കുന്നത്. നേരം പുലരുന്നതിന് മുൻപേ തുടങ്ങുന്ന ജോലികൾ പാതിരാത്രി വരെ നീളുന്നു. വീട്ടിലെല്ലാവർക്കും ഭക്ഷണം ആവശ്യമുണ്ടെങ്കിലും അടുക്കള ജോലി സ്ത്രീകൾക്ക് മാത്രമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീകൾ പുറത്തുകൂടി ജോലിക്ക് പോയി തുടങ്ങിയതോടെ അവളുടെ ജോലിഭാരം ഇരട്ടിയായി. ഇപ്പോൾ ചില വീടുകളിൽ പാചകവും വൃത്തിയാക്കലും എല്ലാവരും ചേർന്ന് നടത്താറുണ്ട്. ഇനിയും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും മുന്നിട്ടിറങ്ങാം.